അങ്ങനെ അലീന കാരണം നമ്മുടെ രോഹിത്ത് രക്ഷപ്പെടുവാണ് കേട്ടോ. അവിടെ വെച്ച് തന്നെ ശരണ്യ അലീനയെ കെട്ടിപ്പിടിച്ച് നന്ദിയൊക്കെ പറയുന്നുണ്ട്. വീട്ടിൽ അടച്ചിരിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും വന്നെന്നെ ശകാരിച്ചു. ഇനി പഠിക്കാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അവിടുന്ന് ചേച്ചി എനിക്ക് ധൈര്യം നൽകിയത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനിങ്ങനെ പുറത്തിറങ്ങുന്നതുകൊണ്ടും ഇനി പഠിക്കാൻ പോകണതുകൊണ്ടും പാർട്ടിക്കാർ ഇനി സഹായിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിജീവിതയുടെ രൂപവും അണിഞ്ഞ് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ്. മോളെ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിത് ഓഫർ വെക്കുവോ അങ്ങനെയൊന്നും അല്ല. ശരണയുടെ അച്ഛനോടും അമ്മയോടും പറയാണ്, നിങ്ങൾ അങ്ങനെ തന്നെ കരുതാൻ വേണ്ട. എൻ്റെ മകൻ്റെ ജീവിതം രക്ഷപ്പെടുത്തിയത് ഈ കുട്ടിയുടെ ഒരു മൊഴി കൊണ്ടാ. എൻ്റെ മകൻ അവിടെ വന്നിരുന്നു, അത് വലിയ തെറ്റ് തന്നെയാ. അതിനുള്ള ശിക്ഷ അവൻ അനുഭവിച്ചു. പക്ഷെ അവൻ കുട്ടിയെ ഉപദ്രവിച്ചില്ല. ആ ഒരു സത്യം മോളെ തുറന്നു പറഞ്ഞല്ലോ. അതുകൊണ്ടാ എൻ്റെ മകനിപ്പോൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാ ഞാൻ ഈ കാര്യം പറയുന്നേ. മോൾക്ക് എന്താ പഠിക്കാൻ ആഗ്രഹം? അപ്പോൾ അച്ഛൻ പറയാണ്, അവൾക്ക് 10ാം ക്ലാസ്സിൽ നല്ല ഫുൾ A+ആ. ഇപ്പൊ +2 പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിലും അവൾക്ക് ഫുൾ A+ കിട്ടുന്നാ പറയുന്നേ. അങ്ങനെയാണെങ്കിൽ മോൾക്ക് എന്ത് തുടർന്ന് പഠിക്കാൻ ആഗ്രഹം? അവൾക്ക് മെഡിസിൻ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ പാർട്ടിക്കാരും അവരൊക്കെ വന്നപ്പോൾ അതിന് സമ്മതിക്കുന്നില്ല. ഇനി പഠിക്കാൻ പോകണ്ടെന്നാ അവർ പറഞ്ഞത്. പഠിക്കാൻ പോയാൽ അവർ തന്ന ഒരു ഓഫറും കിട്ടില്ല, വീട് കിട്ടില്ല. അത് മാത്രമല്ല അതിജീവിത സന്തോഷം നടക്കാണെന്ന് പറഞ്ഞ് ആളുകളെല്ലാം കുറ്റപ്പെടുത്തുന്നാണ് അവർ പറയുന്നത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ബാലൻ പറയാണ്, ഇതെന്തൊരു നാടാ. ഒരു പെൺകുട്ടീനെ മറ്റുള്ളവർ ചേർന്ന് ഉപദ്രവിച്ചിട്ട് ആ പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിച്ച് അവളെ വീട്ടിലിരിക്കണമെന്ന് പറയാൻ എന്ത് അധികാരം അവർക്കുള്ളത് എന്നൊക്കെ ചോദിക്കാണ്. ശരണ്യ മൊഴിമാറ്റി പറഞ്ഞപ്പോൾ തന്നെ പാർട്ടിക്കാരെല്ലാം തിരിഞ്ഞിട്ടോ. ആ സ്ത്രീ വന്നിട്ട് പറയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞതാണല്ലോ മൊഴിമാറ്റി പറയരുതെന്ന്. പഠിക്കാൻ പോകണമെന്ന് പോലും ഇനി അതൊന്നും നടപ്പുള്ള കാര്യമല്ല. എന്തായാലും പഠിക്കാൻ പോകാൻ പാടില്ല. വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കണം. അതാ ചെയ്യേണ്ടത്. അല്ലാതെ തുള്ളിച്ചാടി നടക്കല്ല വേണ്ടത്. അപ്പോഴേക്കും അലീന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മേഡം, അതെന്ത് വർത്താനാ മേഡം പറഞ്ഞത്? ഈ പെൺകുട്ടീനെ എല്ലാവരും കൂടി ഉപദ്രവിച്ചതല്ലേ? എന്നിട്ട് ഇവളുടെ സന്തോഷവും ആഗ്രഹങ്ങളും എല്ലാം മറന്ന് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടണമെന്നാണോ മേഡം പറയുന്നത്? അങ്ങനെ വേണം, അല്ലാതെ നശിപ്പിക്കപ്പെട്ട പെൺകുട്ടി പുറത്തിറങ്ങി നടക്കണോ? ഏത് കാലത്താ മേഡം ജീവിക്കുന്നേ? ഇപ്പം അവൾക്ക് നഷ്ടപ്പെടാൻ അങ്ങനെ ഒന്നുമില്ല. ശരിയാ, അവളെ മാനഭംഗപ്പെടുത്തി. പക്ഷെ അതിനനുഭവിക്കേണ്ടത് അവന്മാരാ, ആ കുറ്റം ചെയ്തവര്, അല്ലാതെ ഇവളല്ല. ഇവള് പുറത്തിറങ്ങി നടക്കും, നല്ല ധൈര്യമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ആയിക്കോട്ടെ. എല്ലാരും കൂടി ഇപ്പോ ഇവക്ക് സപ്പോർട്ട് നിൽക്കുകയാണല്ലോ. മൊഴിമാറ്റി പറഞ്ഞല്ലോ അല്ലേ? അപ്പോ ഇനി ഞങ്ങള് നിങ്ങൾക്ക് വീട് വെച്ച് തരുമെന്നോ ജോലി കിട്ടുന്നോ ഒന്നും കരുതണ്ട. അതൊന്നും ഇനി നടക്കാൻ പോണില്ല. അപ്പോഴേക്കും അലീന പറയാണ്, നിങ്ങളുടെ പാർട്ടിക്കാരുടെയോ യാതൊരു ഔദാര്യവും അവർക്ക് ആവശ്യമില്ല. അവർക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോ ആ പാർട്ടിക്കാരി പറയാണ്, കേട്ടല്ലോ, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവർ അതും ഇതൊക്കെ ഓഫർ ചെയ്യുന്നു. അപ്പോഴേക്കും ശരണ്യ ആ പാർട്ടിക്കാരോട് ചോദിക്കാണ്, നിങ്ങളും വന്ന് അത് തന്നെയല്ലേ ചെയ്തത്? നിങ്ങളും എനിക്കൊരു ജോലി, എനിക്ക് വീട്, അതൊക്കെയല്ലേ നിങ്ങൾ ഓഫർ ചെയ്തത്? ബക്കറ്റ് വീട് എന്റെ വീട്ടിൽ നിങ്ങൾ നടത്തിയില്ലേ? അത് മാത്രമല്ല, എനിക്ക് ജോലി നിങ്ങൾ പറഞ്ഞത് എന്താ? ഗസ്റ്റ് ഹൗസിൽ ഒരു ഹൗസ് കീപ്പറായിട്ട്, അതായത് ഒരു വീട്ടു ജോലിക്കാരി. അവിടെ ചെന്നാല് എന്റെ മാനഭംഗം, എന്റെ മാനം പിന്നെ പോവില്ലെന്ന് ആര് കണ്ടു എന്ന് അവള് പറഞ്ഞത് കേട്ട് ആ പാർട്ടിക്കാരി ഒന്ന് ഷോക്കാവുന്നുണ്ട്. അലീന പറയണതാണ്, ഇങ്ങനെ തന്നെ വേണം മോളെ, ഇങ്ങനെ തന്നെ മറുപടി പറയണം. ഇങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെ മനസ്സിലാവുള്ളൂ എന്ന് പറയാണ്. ഇനി നിന്റെ ഒന്നും ഒരു ആവശ്യത്തിന് ഞങ്ങൾ വരില്ല. നീനേക്കടകൾ ചത്താൽ പോലും ഞങ്ങളുടെ പാർട്ടിക്കാർ നിന്നെ തിരിഞ്ഞു നോക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാണ്. അപ്പോഴേക്കും വന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതിലും വലിയ പാർട്ടിക്കാരെയൊക്കെ എനിക്കറിയാം. നിങ്ങൾ ആ നോർത്ത് പേടിക്കണ്ട. നിങ്ങളുടെ മകള് ഹൗസ് കീപ്പറല്ല, നിങ്ങൾ ആഗ്രഹിച്ച പോലെ അവരുള്ള ഡോക്ടറാകും എന്ന് പറയാണ്. മെഡിസിൻ പഠിക്കാനല്ലേ മോൾക്ക് ആഗ്രഹമെന്ന് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവൾക്കുള്ള സീറ്റെല്ലാം ഞാൻ തന്നെ റെഡിയാക്കി തരും. നിങ്ങൾ അതിൻ്റെ ഒരു ചില്ലി കാശ് പോലും മുടക്കണ്ട. അതും ഇവിടെ പഠിക്കേണ്ട കാര്യമില്ല. ഇവിടെ പഠിക്കുമ്പോഴല്ലേ ഇവിടെ അറിയാവുന്നവരൊക്കെ അവളെ ഓർന്നൊക്കെ പറയുള്ളൂ. അതുകൊണ്ട് ഇവള് ഏത് കോളേജാണോ സെലക്ട് ചെയ്യുന്നത് ആ കോളേജിൽ ഞാൻ ഇവർക്ക് സീറ്റ് മേടിച്ചു കൊടുക്കും. മോളിനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. മോള് സന്തോഷമായിട്ട് പഠിക്കണം, നല്ലൊരു ഡോക്ടർ ആവണം, അങ്ങനെ ജനങ്ങൾക്ക് സേവ ചെയ്യണം. അതായിരിക്കണം ഇനി മോളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ ശരണ്യ പറയാണ്, തീർച്ചയായിട്ടും എങ്കിൽ ഞാനിനി ചെയ്യും. കാരണം എൻ്റെ മനസ്സിലിപ്പോൾ അലിന ചേച്ചി പകർന്നുന്ന ആ ധൈര്യമുണ്ട്. എന്നെ ഉപദ്രവിച്ചമാർക്കെല്ലാം ശിക്ഷ കിട്ടിയല്ലോ. അങ്ങളുടെ മോൻ അന്ന് എന്നെ ഉപദ്രവിച്ചില്ല, അതുകൊണ്ടാണ് അവനിപ്പോൾ പുറത്ത് നിൽക്കുന്നത്. പിന്നെ
എൻ്റെ വലിയ ആഗ്രഹമാണ് ഡോക്ടർ ആവണമെന്നുള്ളത്. 10ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ A+. പ്ലസ് ടുവിനും എനിക്ക് ഉറപ്പാണ് എനിക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന്. അത് കഴിഞ്ഞിട്ട് എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം. പിന്നെ അതിനുശേഷം മെഡിസിന് ജോയിൻ ചെയ്യണം. ഇതൊക്കെ എൻ്റെ വലിയ ആഗ്രഹങ്ങളാണ്. എൻ്റെ അച്ഛൻ ഒരു പൈസ പോലും ഇല്ലെങ്കിലും അതെല്ലാം ചെയ്തു തരാമെന്ന് എന്നോട് വാക്കും പറഞ്ഞിരുന്നതാ. അപ്പോഴാ ഇവർ വന്ന് മുറിക്ക് പുറത്തു പോലും ഇറങ്ങില്ലെന്ന് പറഞ്ഞത്. ആ നിമിഷം ഞാൻ തകർന്നു പോയെങ്കിലെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മോക്കിനി എന്നെ ഒരു അച്ഛനായിട്ട് കാണാം. അതുകൊണ്ട് മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവർ പറഞ്ഞതുപോലെ വീടോ പത്രാസോ ഒന്നുമല്ല ആവശ്യം. മോളുടെ ഭാവിയാണ് നമുക്ക് വലുത്. മോള് നന്നായി പഠിക്കണം എന്ന് പറയാണ്. അങ്ങനെ ശരണയുടെ അച്ഛനും അമ്മയൊക്കെ ബാലേന്ദ്രനോട് നന്ദി പറയാണ് കേട്ടോ. അങ്ങനെ അവളെ അവിടുന്ന് അവർ കൊണ്ടുപോവാണ്. എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ അറിയിച്ചാൽ മതിയെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ അവളെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. സഹോദരന്മാരും നമ്മുടെ ശരണയുടെ അച്ഛനും അമ്മയും എല്ലാം കൂടെ കൂടിയിട്ട് അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്ത് ബാലേന്ദ്രൻ രോഹിത്തോട് പറയാണ്, ഇതിനെല്ലാം കാരണക്കാരി അലീനയാ. നിനക്ക് അലീനയെ കണ്ണിന് കണ്ടൂടല്ലോ, വെറുപ്പല്ലേ? പക്ഷേ ഇവള് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ ശരണയ ഒരു ഇരുട്ടുമുറിക്കുള്ളിൽ കിടക്കായിരുന്നു. ദാ കണ്ടില്ലേ, ഇപ്പൊ ആ കുട്ടി നല്ല സ്വതന്ത്രയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത്. അവള് ചിരിക്കാൻ കാരണം ഈ നിൽക്കുന്ന അലീനയാ. ആ ഒരു ഓർമ്മ നിനക്ക് വേണം. അതുകൊണ്ടാ അവള് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതും നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്കായതും. മനസ്സിലായോ എന്ന് ചോദിക്കാണ്. ആ സമയത്ത് രോഹിത്ത് ഒന്നും മിണ്ടുന്നില്ല, തലയും കുണിച്ചിട്ട് നിൽക്കാണ്. അവൻ തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ കമലയൊക്കെ തുള്ളിച്ചാടി വീട്ടിലേക്ക് പോയിട്ടോ. അതിൻ്റെ ഒരു സ്റ്റോറിയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തായിരുന്നു, കോടതിയിൽ വെച്ചിരുന്ന സംഭവങ്ങളെല്ലാം. അങ്ങനെ മനുവും ആ കൂടെ പോയിരുന്നു കേട്ടോ. അലീനയും കൃഷ്ണമോളും ബാലേന്ദ്രനും രോഹിത്തും അതുപോലെ തന്നെ ഗോവർദ്ധനും കൂടിയിട്ട് നേരെ അവരുടെ വീട്ടിലേക്ക്, അതായത് നെടുമുറിക്കൽ വീട്ടിലേക്ക് ചെല്ലാണ്. കുറേ നാൾക്ക് ശേഷമാണല്ലോ നമ്മുടെ രോഹിത്ത് അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഡോറ് തുറക്കുന്നത് ബബിതയായിരിക്കും. അങ്ങനെ അവൻ അകത്തേക്ക് കയറുമ്പം അവൻ്റെ വീട് കാണുമ്പം അവൻ്റെ ചങ്ക് പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. കാരണം പഴയ രോഹിത്തല്ല ഇപ്പം തിരികെ വന്നിരിക്കുന്നത്. ശരിക്കും അനുഭവങ്ങളിൽ നിന്നും അവൻ പാഠം പഠിച്ചു. 30 ദിവസം അങ്ങനെ ജയിൽവാസം, അതിനു മുമ്പുള്ള സ്റ്റേഷൻ വാസം, എല്ലാത്തിൽ നിന്നും അവൻ എന്താണ് ശരിക്കുള്ള പാഠമൊന്നും പഠിച്ചിട്ടോ. ജീവിതം എന്താണെന്നും അവൻ ശരിക്കും പഠിച്ചിരിക്കുന്നു. അങ്ങനെ അകത്തേക്ക് വരുമ്പോഴേക്കും ബാലനും പറയാണ്, മോനെ ഒരുപാട് ദിവസമായില്ലേ, ഈ ഷർട്ടൊക്കെ ഒന്ന് മാറിയിട്ട് പോയി ഒന്ന് കുളിച്ച് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് ഇറങ്ങി വാ, അച്ഛനൊന്ന് കാണട്ടെ. എൻ്റെ മോനെ ഈ കോലത്തിൽ കണ്ടിട്ട് അച്ഛന് സഹിക്കാനാവുന്നില്ല. ഇനിയിപ്പം മോൻ കുറ്റവിമുക്തനാ. വാർത്തയിലും TV-യിലും ചാനലിലും സോഷ്യൽ മീഡിയയിലും എല്ലാം അത് പറയുന്നുണ്ട്. ശരണ്യ നേരിട്ടൊരു മൊഴി കൊടുത്തല്ലോ, രോഹിത്ത് എന്നെ ഒന്നും ചെയ്തിട്ടില്ല, അവൻ നിരപരാധിയാണെന്ന്. അതുകൊണ്ട് മോൻ ഇനി പേടിക്കണ്ട. കോളേജിലേക്കോ എവിടെയാണെന്ന് വെച്ചാലും മോന് ധൈര്യമായിട്ട് പോകാം. ആര് വന്നാലും മോന് ധൈര്യമായിട്ട് ചുട്ട മറുപടി കൊടുക്കാം എന്നും പറഞ്ഞ് അവനെ കയറ്റിവിടുകയാണ്. അങ്ങനെ ഇവൻ അവൻ്റെ മുറിയിലേക്ക് ചെന്നിട്ട് അവൻ്റെ കട്ടിലേക്ക് നീണ്ടു നൂർന്ന് കിടക്കാണ്. എന്നിട്ട് ആ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഓർത്തു നോക്കുകയാണ് കേട്ടോ. ഹരി ആദ്യം ഇങ്ങനെ ഒരു അലമ്പിനും പോകാതിരുന്ന ഇവനെ ഹരിയാണെങ്കിൽ മദ്യപിക്കുന്നു, അതുപോലെ ഡ്രഗ്സ് കൊടുക്കുന്നു, സിഗരറ്റ് വലിപ്പിക്കുന്നു, അങ്ങനെല്ലാം ഹരി ചെയ്യിപ്പിക്കുന്നുണ്ട്. അവൻ്റെ വലയിൽ രോഹിത്ത് വീണ് പോവാണ്. അതുപോലെ തന്നെ അലീനെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞ് എരിവുകയറ്റി ആ സംഭവത്തിനും സാധ്യത ഉണ്ടാക്കി. അതിനുശേഷം അവനൊരു ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് വന്നിരുന്നില്ലേ, ആ ഒരു കാര്യം, ശേഷം ശരണനെ പീഡിപ്പിക്കാൻ പോകുന്ന ആ ഒരു കാര്യം, അങ്ങനെയെല്ലാം ഇവൻ്റെ മനസ്സിലൂടെ മറിയാണ് കേട്ടോ. അതെല്ലാം ഇങ്ങനെ അവൻ്റെ മനസ്സിലേക്ക് അലതല്ലി കയറി വരികയാണ്. ശേഷം ശരണയെ കോടതിയിൽ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതും അവനെ കോടതി കുറ്റവിമുക്തനാക്കുന്നതും ശരണയെ വന്നിട്ട് ഇവനോട് മാപ്പ് പറയുന്നുണ്ടായിരുന്നു. അതായത് താനിങ്ങനെ ഒരു പേര് പറഞ്ഞു പോയതുകൊണ്ടാണല്ലോ അവൻ ഇത്രയും ദിവസം അനുഭവിക്കേണ്ടി വന്നത്. എങ്കിലും അത് അവൻ ആവശ്യമായിരുന്നു, എങ്കിലും അനുഭവിച്ചല്ലോ എന്ന് പറഞ്ഞ ശരണ മാപ്പ് പറയുന്നതും അലീനയാണ് തന്നെ രക്ഷപ്പെടുത്തിയതെന്നൊക്കെ പറഞ്ഞതും അവളുടെ വീട്ടുകാർ സംസാരിക്കുന്നതും എല്ലാം അവൻ്റെ മനസ്സോട് ഇങ്ങനെ മിന്നിമറയാണ്. അങ്ങനെ അവൻ ബാത്റൂമിലേക്ക് പോയിട്ട് ഷവർ ഓൺ ചെയ്ത് അതിനടി നിൽക്കുകയാണ്. അവന് എന്തെന്നില്ലാത്ത വല്ലാത്തൊരു കുളിർമയും ഒരു സന്തോഷവും ഏതോ ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലത്ത് വെച്ച പോലെയൊക്കെ അവന് ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ മനസ്സുകൊണ്ട് വല്ലാത്ത സന്തോഷമാണ്. എല്ലാ ചിത്രങ്ങളും അവൻ്റെ മനസ്സിൽ മിന്നിമായുന്നുണ്ടെങ്കിലും അവൻ എന്തോ വല്ലാത്തൊരു പുതിയ ജീവിതത്തിലേക്ക് കാലുവെച്ച് കടന്നതുപോലെ അവന് ഫീൽ ചെയ്യാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് കുളിച്ചിട്ട് ഇറങ്ങി പുതിയ ഷർട്ടൊക്കെ ഇട്ട് പുതിയ പാൻ്റൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ അവൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. അവൻ താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുമ്പോഴേക്കും അച്ഛന് ഒത്തിരി സന്തോഷമാവാണ്. അലീനയ്ക്കും കൃഷ്ണമോക്കും അതുപോലെ തന്നെ കേട്ടോ. ഗോവർദ്ധനോടുണ്ട്.
കുളിച്ച ആ വേഷമൊക്കെ ഒന്ന് മാറി അവൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. അവനെ കണ്ടപാടെ ബാലചന്ദ്രന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അലീനയും കൃഷ്ണമോളും ഗോവർദ്ധനും എല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവന് പക്ഷേ ഇവരെ ഫേസ് ചെയ്യാനൊരു മടിയുണ്ട്. കാരണം ആ ഒരു കൂട്ടത്തിൽ ഗ്യാങ്ങിൽ താനും ഉണ്ടായിരുന്നല്ലോ. തെറ്റ് ചെയ്തില്ലാത്തതുകൊണ്ട് തന്നെ അവനത് ഭയങ്കര ആശ്വാസമായിട്ടുണ്ട്. താഴേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ബാലേന്ദ്രൻ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ മോനെ ഈ ഒരു കോലത്തിൽ കാണാൻ വേണ്ടി ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചെന്നറിയോ? വിളിക്കാത്ത ഈശ്വരന്മാരില്ല എന്ന് പറയാണ്. അപ്പോഴാ ദൈവദൂതയെ പോലെ എൻ്റെ അലീന വന്നത്. അതുകൊണ്ട് എൻ്റെ മോനെ എനിക്ക് കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ പറയാണ്. ബബിത ചോദിക്കുകയാണ്, അതിന് ഇവളെന്ത് ചെയ്തിട്ടാ? എൻ്റെ ഏട്ടൻ തെറ്റ് ചെയ്തില്ല, അതുകൊണ്ടല്ലേ പുറത്തിറങ്ങിയത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ നിന്റെ ഏട്ടൻ തെറ്റ് ചെയ്തില്ല. പക്ഷേ ഈ സമൂഹത്തിലും ഈ നാട്ടിലും എന്തിന് എനിക്ക് പോലും ആർക്കും അറിയില്ലായിരുന്നല്ലോ. ഇവൻ പോലും അത് സമ്മതിച്ചതല്ലായിരുന്നോ? അലീനയോട് ആ കുട്ടി പറഞ്ഞതുകൊണ്ടല്ലേ, ആ കുട്ടിയോട് അലീന അങ്ങനെ സംസാരിച്ചത് കൊണ്ടല്ലേ ആ കുട്ടി മൊഴി മാറ്റി പറഞ്ഞതും സത്യങ്ങൾ പറഞ്ഞതും. അല്ലെങ്കിൽ ഇപ്പോഴും ഇവൻ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പം അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നിരുന്ന് കഴിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അവനെയും കൂട്ടിക്കൊണ്ട് ബാലചന്ദ്രൻ ഡൈനിങ് ടേബിളിന് മുമ്പിൽ ഒന്ന് ഇരിക്കുകയാണ്. അവിടെ ഒന്നിരിക്കുമ്പോഴേക്കും അവൻ പൊട്ടിക്കരയുന്നുണ്ട്. ബാലൻ ചോദിക്കുകയാണ്, എന്താ മോനെ എന്തിനാടാ കരയുന്നേ? കഴിഞ്ഞതെല്ലാം മറക്ക്, ഒരു ദുസ്വപ്നം പോലെ കരുതിയാൽ മതി. എൻ്റെ മോൻ നന്നായി ജീവിക്കണം, ഇനി നല്ല രീതിക്ക് ജീവിക്കണം. ആ ഹരിയായിരുന്നു നിന്നെ നശിപ്പിച്ചത്. ഇനിയിപ്പോൾ അവൻ്റെ ചാപ്റ്റർ ക്ലോസ് ആയി. അവൻ ഇനിയിപ്പോൾ ജയിലിൽ സുഖിച്ച് ജീവിച്ചോളും. എൻ്റെ മോൻ ഇനി നല്ല ഉയരങ്ങളിലേക്ക് എത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീന പറയാണ്, ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ അനിയനെപ്പോലെ തന്നെയാണ് കണക്കാക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ ഞാൻ പറയാം, ചീത്ത കൂട്ടത്തിലേക്ക് പോകരുതെന്ന് ഞാൻ എന്നോട് പറഞ്ഞിരുന്നല്ലേ. ദാ ഇവിടെ വെച്ച് ഞാൻ എന്നോട് പറഞ്ഞത് ഹരി നിന്നെ ജയിലിലാക്കുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയാം, ഞാൻ പറയുമ്പോൾ ഞാൻ അഡ്വാൻറ്റേജ് എടുക്കുകയാണെന്ന് നീ കരുതരുത്. നീ ഇനി അതെല്ലാം മറക്ക്. കഴിഞ്ഞു പോയതെല്ലാം ഒരു ദുസ്വപ്നമായിട്ട് മനസ്സിലേക്ക് കുഴിച്ചു മൂടിയേരെ. നീ നല്ലവനാ, അതുകൊണ്ടാ അന്ന് ശരണിനെ ഒന്നും ചെയ്യാതെ തിരിച്ചു പോണത്. അല്ലെങ്കിൽ അന്ന് നീയും ആ കുട്ടിയെ ഉപദ്രവിച്ചേരെ. അങ്ങനെയെങ്കിൽ നീ ഇപ്പോൾ ജയിലിലായനെ. നീ എല്ലാം മറക്കണം. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ കണ്ട് നിന്റെ പ്രായത്തിന് ചാബലിയായിട്ട് കണക്കാക്കിയിട്ട് അതെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കണം. എൻ്റെ മോൻ ഇനി നന്നായി പഠിക്കണം. ഇനി കോളേജിലേക്ക് നിനക്ക് താല്പര്യമില്ലെങ്കിൽ ആ കോളേജിലേക്ക് പോകണ്ട. എവിടെയാണോ താല്പര്യം അവിടെ പോയി നല്ലവണ്ണം പഠിച്ച് നല്ലതായിട്ടൊരു ജോലിയൊക്കെ വാങ്ങിക്കണം. അത് മാത്രമല്ല നീ ശരണേനെ വീട്ടുകാരെയും പോയി കാണണം, അവരെ ആശ്വസിപ്പിക്കണം. അത് മാത്രമല്ല നിന്റെ അച്ഛനവനെ മെഡിസിൻ ചേർക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതും ചെയ്തു കൊടുക്കണം. അവർക്ക് നല്ല വീടൊന്നുമില്ല, അതിനുള്ള സൗകര്യമെല്ലാം ചെയ്തു കൊടുക്കണം. നിന്റെ കൃഷ്ണയും ബബിതയും പോലെ തന്നെ നീ ആ കുട്ടിയെയും കാണണം എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പം രോഹിത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നീ ആഹാരം കഴിക്ക്, എല്ലാം മറന്നേക്ക് എന്നൊക്കെ പറയാണ്. അങ്ങനെ ആഹാരമെല്ലാം കഴിച്ചുകൊണ്ട് ഇല്ലാതിരിക്കായിരിക്കും. അങ്ങനെ ഗോവർദ്ധനൊക്കെ പറയാണ്, എന്തായാലും മനസ്സകത്ത് വലിയൊരു ആശ്വാസമായി, ഇവൻ രക്ഷപ്പെട്ടല്ലോ. അല്ല ശിവേട്ടൻ്റെയൊക്കെ കാര്യം എങ്ങനെയാ? നീ കണ്ടതല്ലേ കോടതി മുറിയുടെ വാതിക്കെ വെച്ച് കമല കാണിച്ച പ്രകടനമൊക്കെ. കമലിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇപ്പോഴും മോൻ്റെ സൈഡ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോഴും കുറ്റം അലീനയ്ക്കാ. അലീന ആ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റി പറയിപ്പിച്ചതാണെന്ന് അവൾ പറയുന്നത്. രോഹിത് തെറ്റുകിട്ടില്ലെന്ന് ഇപ്പോഴും അവൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവര് പണ്ടേ അങ്ങനെ ആണല്ലോ. അതുകൊണ്ട് ബാലേട്ടൻ അതിലൊന്നും മനസ്സ് കാര്യമാക്കണ്ട. അല്ല വൈജനെ വിളിച്ചിരുന്നോ? വൈജനൊന്ന് കാണാൻ പോകണ്ടേ എന്ന് രോഹിയോട് ചോദിക്കുകയാണ്. എനിക്ക് അമ്മയെ ഫേസ് ചെയ്യാൻ വയ്യ, ഞാൻ അങ്ങോട്ടേക്ക് പോകണില്ല. വൈജിക്കിപ്പോൾ ഈ അവസ്ഥയിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നീ എന്തായാലും പോയി കണ്ടല്ലേ പറ്റുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ പറയാണ്, ചേട്ടാ നമുക്ക് 3 പേർ കൂടി, അല്ല നമുക്ക് 4 പേർ കൂടി അമ്മയെ കാണാൻ പോയാലോ? ബബിത ചോദിക്കുകയാണ്, 3 പേരൊക്കെ, ഇവളെന്തിനാ അമ്മയെ കാണുന്നേ? അമ്മയ്ക്ക് ഇവളെ കാണുന്നതിന് ദേഷ്യ, പിന്നെ എന്തിനാ ഇവളെയും കൂട്ടി പോണേ എന്ന് ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പോവുകയാണെങ്കിലേ അവളെയും കൂട്ടി പോയാൽ മതി, അല്ലെങ്കിൽ നീ പോവണ്ട എന്ന് കർശനമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് കൈയൊക്കെ കഴുകുന്നുണ്ട്. അങ്ങനെ രോഹിത് അവൻ്റെ കൈയും കഴിയിട്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും അലീന കൊണ്ടുവന്ന് കുടിക്കാനുള്ള വെള്ളം കൊടുക്കുകയാണ്. ദാ ഇത് മുറിയിലേക്ക് വെച്ചോ. പിന്നെ നിന്റെ മുറിയിലുണ്ടായിരുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, പോലീസുകാർ തെളിവെടുപ്പിന് വരുന്നതിന് മുമ്പേ ഞാനതെല്ലാം നീക്കം ചെയ്തായിരുന്നു. നിന്റെ പെൻഡ്രൈവും കുറേ കാസറ്റും കുറേ വീഡിയോസും പിന്നെ കുറേ മാസികകളും എല്ലാം ഞാൻ ഗോവർദ്ധനങ്ങളുടെ കയ്യിൽ കൊടുത്തുവിട്ട് നശിപ്പിക്കാൻ പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നതുകൊണ്ട് പോലീസുകാർ വന്നുകൊണ്ട് ഇവിടെ നിന്നും കളക്ട് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയില്ല എന്ന് പറയാണ്. അപ്പോൾ രോഹിത്
ആ ഗ്ലാസ് ഇങ്ങനെ മേടിക്കുകയാണ്. എന്നിട്ട് ടേബിളിലേക്ക് അത് വെച്ചിട്ട് അലയുടെ മുമ്പിലേക്ക് കൈകൂപ്പി നിൽക്കുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കലും പുറലോകം കാണുമെന്ന് ഞാൻ വിചാരിച്ചല്ല. ഞാൻ തെറ്റുകാരനായിരുന്നല്ലോ എല്ലാവരുടെ മുമ്പിൽ, എൻ്റെ അമ്മയുടെയും സഹോദരിമാരുടെയും എല്ലാം മുമ്പിൽ. ഇങ്ങനൊരു സാഹചര്യം എനിക്കുണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. പോലീസുകാർ അടിച്ചെന്നെ കൊണ്ട് സത്യം പറയിപ്പിച്ചത് ഞാൻ പറഞ്ഞതാ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അവർക്കും അത് അറിയായിരുന്നു ഞാൻ ഒന്നും ചെയ്തില്ല എന്ന്. ആ പെൺകുട്ടിക്ക് അറിയായിരുന്നു. പക്ഷേ ആ പെൺകുട്ടി ഇനി ആ തുറന്ന് പറയില്ല എന്നും എന്നെ പ്രതിയാക്കുമെന്നും തന്നെ ഉറപ്പിച്ച് ഞാൻ ഇരുന്നത്. ഇനിയുള്ള കാലം ജയിൽവാസത്തിന് വേണ്ടി തയ്യാറാവുമായിരുന്നു. എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തുമായിരുന്നു. എന്തായാലും അച്ഛൻ പറഞ്ഞ പോലെ ഒരു മാലാഖയെ പോലെ വന്ന എന്നെ രക്ഷപ്പെടുത്തിയത്. നിങ്ങളെ ഞാൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും നിങ്ങളെല്ലാം മറന്ന് എനിക്ക് വേണ്ടി നിങ്ങൾ മുന്നിട്ട് നിന്നു. നിങ്ങൾ അച്ഛൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞ് സത്യമാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ നിങ്ങളെ ഒരു സഹോദരിയെ പോലെ കാണുന്നത്. അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് എന്നെ രക്ഷപ്പെടുത്തിയതിന് എന്നും പറഞ്ഞ് കൈ ഉപ്പുറമ്പുകളേക്കും അലീന ആ കയ്യിൽ പിടിക്കുകയാണ്. നീ എൻ്റെ സ്വന്തം അനിയൻ തന്നെയാ. നീ വിശ്വസിച്ചാലില്ലേലും അത് തന്നെയാ സത്യം. പിന്നെ അത് മാത്രമല്ല, ഇനി ഒരു സഹോദരി കൂടി ഉണ്ട് നിനക്ക്, ശരണ്യ. ആ കാര്യം നീ മറക്കരുത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെപ്പോലെ അവളിപ്പോൾ ജീവിക്കുന്നേ. അച്ഛൻ കൊടുത്ത വാഗ്ദാനങ്ങൾ മോൻ കൂടി പാലിക്കണം. നീ അവിടെ ചെല്ലണം, അവളെ കാണണം, സംസാരിക്കണം, അവൾക്ക് ധൈര്യം കൊടുക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം അങ്ങനെ അവിടുന്ന് അവൻ കരഞ്ഞുകൊണ്ട് വെള്ളവുമായിട്ട് കയറി പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ ബാലചന്ദ്രനും കൃഷ്ണമ്മക്കും നല്ല സന്തോഷമാകുന്നുണ്ട്. അലീനോടുള്ള പിണക്കവും ദേഷ്യവും എല്ലാം മറന്നുകൊണ്ട് അവൻ അലീന അടുത്ത് വന്നല്ലോ, ഒന്ന് കൂട്ടായിട്ട് നിന്നല്ലോ. അത് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ അന്ന് ഗോവർദ്ധൻ തിരികെ പോകുന്നുണ്ട്. അന്ന് സന്തോഷമായിട്ട് കുറേ കാലം കൂടി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. കൃഷ്ണമോളെ വൈജ വിളിക്കാണ്. അവൻ്റെ നിന്ന് ഫോൺ കൊടുക്കുമോ ഒന്ന് ചോദിക്കാണ്. അമ്മ വാർത്തയിലൂടെ എല്ലാം കണ്ടു കാണുമല്ലോ അല്ലേ, രോഹിത്തേട്ടൻ നിരപരാധിയാ. ഏട്ടൻ കിടക്കാൻ പോയി. അല്ല അവൻ്റെ ഫോൺ അവിടെ? ഫോൺ ഇതുവരെ റിക്കവർ ചെയ്ത് കിട്ടിയിട്ടില്ല. പോലീസുകാരുടെ കയ്യിലാണല്ലോ. അത് കിട്ടിയിട്ടില്ല അമ്മേ. അല്ല എല്ലാവരും എന്തു പറയുന്നു? അവനെ ഒന്ന് കാണാൻ എനിക്ക് കൊതിയാവുന്നു അമ്മേ. ഞങ്ങളെല്ലാം നാളെ രാവിലെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങി നടക്കാമേ. നമ്മുടെ ഏട്ടൻ രോഹിത്തേട്ടൻ തെറ്റുകാരനല്ലമ്മേ. എന്തായാലും അലീന ചേച്ചി കാരണം നമ്മൾ രക്ഷപ്പെട്ടു. അലീന ചേച്ചി കാരണോ? ആര് പറഞ്ഞു? എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതിനെ നിങ്ങളെല്ലാം കൂടി അവളെ പിടിച്ച് വെക്കാണോ? അമ്മയോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ശരി, ഞാൻ ഫോൺ വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ടാക്കാണ്. വൈജിക്ക് നല്ല ദേഷ്യം വരണം കേട്ടോ. അപ്പോൾ തന്നെ ബബിതനെ വിളിക്കാണ്. എന്താ അവിടെ നടക്കുന്നേ? രോഹിത്ത് കുറ്റക്കാരനില്ലെന്ന് അറിഞ്ഞല്ലേ പിന്നെ എന്തിനാ എല്ലാവരും അലീനെ പൊക്കി പിടിക്കുന്നേ? എൻ്റെ അമ്മേ, അവള് ശരണയെ കാണാൻ പോയിരുന്നല്ലോ. ഇവളവിടെ ശരണയെ സത്യം പറഞ്ഞത് രോഹിത്ത് കുറ്റക്കാരനല്ല എന്ന്. അത് മാത്രമല്ല, അവളോട് പറഞ്ഞിട്ടാ മൊഴിമാറ്റി പറയിപ്പിച്ചെന്നൊക്കെയാ പറയുന്നേ. അതൊക്കെയാ സംഭവിക്കുന്നത് ഇവിടെ. ഇപ്പൊ അലീനയാണ് ഇവിടെ എല്ലാവർക്കും സ്റ്റാർ എന്നൊക്കെ പറയാണ്. എന്തായാലും നാളെ രാവിലെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശരി അമ്മേ. ശരി, വന്നേക്കെന്നും പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ടാക്കാണ്. അങ്ങനെ നമ്മുടെ രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് പതിവ് പോലെ ഒരു പഴയ ദിവസം പോലെ തന്നെ ആ വീട് ഉണരാണ്. അലീന എല്ലാവർക്കും ചായയുമായിട്ട് വരുന്നുണ്ട്. രോഹിത്തിൻ്റെ ഡോറ് പോയി തട്ടുമ്പം രോഹിത്ത് ഒണി ചെന്ന് ചായ മേടിക്കാണ്. കുറേ നാൾ കൂടി ഞാൻ സ്വസ്ഥമായിട്ട് ഈ മുറിയിൽ കിടന്നുറങ്ങി. എൻ്റെ മുറിയിൽ അവിടെ കൊതുകടിയും കൊണ്ട് 4-5 പേര് എപ്പോഴാണ് അടി വരുന്നത് പറയാൻ പറ്റാതെ പേടിച്ച് വരച്ച് കിടക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സഹതടവുകാരെല്ലാം ഞങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചു. അതിനെല്ലാം ഇന്നലെ രാത്രി ഒത്തിരി സ്വസ്ഥതയോടെ കിടന്നുറങ്ങി എന്ന് പറയാണ്. അലീന പറയാണ്, നിന്റെ മനസ്സ് ഇതുപോലെ തന്നെ നീ നല്ല പാകപ്പെടുത്തി എടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാണ്, പെട്ടെന്ന് ഫ്രഷായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്, നമുക്ക് അമ്മയെ കാണാൻ പോകണ്ടേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാം താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് അലീന ശരണയെ വിളിക്കാണ്. എന്നിട്ട് ഇങ്ങോട്ടൊന്ന് വരുമോ എന്ന് ചോദിക്കുമ്പം അച്ഛനും അമ്മയും അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, രോഹിത്തിന് മോളോട് എന്തോ സംസാരിക്കാനുണ്ട്, അങ്ങോട്ട് വന്നാൽ അത് ശരിയാവില്ല. ആ കോളനിയിലുള്ള ആളുകളൊക്കെ കണ്ടാൽ അതിനൊക്കെ വേറെ അർത്ഥം പറയും. അതുകൊണ്ടാണ് അച്ഛനും അമ്മയും മോളെയും കുട്ടിയൊന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അവരുടെ അമ്മയോട് ഭാര്യയോട് ചോദിക്കണം എന്താ ചെയ്യേണ്ടതെന്ന്. എന്തായാലും നമ്മുടെ മോളെ പഠിപ്പിച്ചോളാന്ന് അവർ പറഞ്ഞല്ലോ. ആ പയ്യൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും സഹോദരൻ ചോദിക്കുകയാണ്, ഇതിന് പിന്നിലല്ലോ ചതിയും കാണുവച്ചാ? ആ പയ്യനെ 1 മാസത്തോളം നമ്മൾ ജയിലിൽ കയറ്റിയതല്ലേ, അതിൻ്റെ പേരിൽ നമ്മളെന്തെങ്കിലും ചെയ്യാനാണോ വിളിക്കുന്നത്? എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ ഇളയ ചെറുക്കൻ പറയാണ്, അങ്ങനെയൊക്കെ കാണുമോ? എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമുക്കേ ഓട്ടോ ഷാജിയെ കൂടി വിളിക്കാം, അതാകുമ്പം നമുക്കൊരു ധൈര്യം ഉണ്ടല്ലോ, അവനുണ്ടല്ലോ കൂടെ എന്ന് പറയാണ്. അങ്ങനെ ഷാജിയെയും കൂട്ടി അവൻ നെടുമ്പുരക്കൽ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവർ വരുമ്പോഴേക്കും ബാലേന്ദ്രൻ അവരെ സ്വീകരിക്കുകയാണ്. ഷാജി അപ്പം ഓട്ടത്തിന് ഇരിക്കുകയായിരിക്കും കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഒരു അകത്തേക്ക് കയറി ചെല്ലുകയാണ് ശരണയെ കൊണ്ട്.
ശരണി അങ്ങനെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഈ സമയം കുളിയെല്ലാം കഴിഞ്ഞ് രോഹിത് താഴെ വരുമ്പം ശരണനെ കാണും കേട്ടോ. ഇന്നലെ കോടതി വരന്തിൽ വെച്ച് അവനൊന്നും മിണ്ടാൻ പറ്റുന്നില്ലായിരുന്നു. ശരണ മുഖത്ത് പോലും അവൻ നോക്കിയില്ലല്ലോ. ആ സമയം അവൻ അങ്ങോട്ടേക്ക് നീങ്ങി വന്നിട്ട് ശരണയുടെ കാൽക്കൽ വീണ് കെട്ടിപ്പിടിച്ച് കരയാണ്. ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോന്നു കേട്ടോ. അപ്പോഴേക്കും ശരണ അമ്മ അച്ഛനും വന്ന് മോനെ എഴുന്നേക്കെന്ന് പറയാണ്. ഇല്ല, ഞാൻ എഴുന്നേക്കില്ല, ഞാനാ ഈ കുട്ടിയുടെ തെറ്റ് ചെയ്തത്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് കരയാണ്. ശരണ ഏട്ടാ എണീക്ക് എന്ന് പറയാണ്. അങ്ങനെ രോഹിത് എണീച്ച് മാറി നിൽക്കുകയാണ്. എന്താ മോനെ ഇത്, മോൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ കാല് പിടിച്ച് കരയുന്നേ? അല്ല ഏട്ടാ, അല്ല അങ്ങളെ, ഞാൻ ആ സമയത്ത് അവരോട് കൂടാതിരുന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ആ നിമിഷം ഞാൻ പോലീസിനെ വിളിച്ചാൽ മതിയായിരുന്നു. ആദ്യമേ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതിന് പകരം, പേടിച്ച് നിൽക്കുന്നതിന് പകരം, അവരോട് ഗൂഢാലോചനയൊക്കെ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ പോലീസിലോ എവിടെയെങ്കിലും ഞാൻ അറിയിച്ചിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇതൊന്നും ഇങ്ങനൊന്നും ആയി തീരില്ലായിരുന്നു. എല്ലാം ഞാൻ ഒറ്റൊരുത്തൻ കാരണമല്ലേ, ഞാനൊന്ന് മൂളിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ശരണയുടെ അച്ഛൻ പറയുന്നുണ്ട്, മോനെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞുപോയി, അതെല്ലാം പഴയ കഥകളല്ലേ, അതെല്ലാം മാറി, ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. മോന് അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഇനിയിപ്പം ദേ എൻ്റെ മോളെ കണ്ടില്ലേ, അവളിനി നന്നായി ജീവിക്കാൻ പോവാ. അവൾ അതിജീവിതയെ പോലെ വീടിനകത്ത് കുത്തിയിരിക്കില്ല. നിന്റെ അച്ഛൻ അവളെ പഠിപ്പിച്ചോളാന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല, പക്ഷെ അവൾ ആഗ്രഹിക്കുന്ന ഡോക്ടറേറ്റ് നേടാൻ അവളെ നിന്റെ അച്ഛൻ സഹായിക്കാമെന്ന് പറഞ്ഞല്ലോ. അത് തന്നെ വലിയൊരു കാര്യമാണ്. അവൾ പഠിച്ച് മിടുക്കിയായിട്ട് ഒരു ഡോക്ടറാവണം, അതാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. മോനും അതുപോലെ തന്നെ കഴിഞ്ഞതെല്ലാം മറക്ക്. 30 ദിവസം മോൻ ശിക്ഷ അനുഭവിച്ചില്ലേ, അത് മോൻ ആ കൂട്ടുന്നതിന് ശിക്ഷയാണെന്ന് കരുതിയാൽ മതി. ഇനി ഒരിക്കലും അതുപോലുള്ള ചീത്തക്കുട്ടികളിലേക്ക് പോകരുത്. അത് മാത്രമല്ല, ഒരിക്കലും ഇനി മോൻ അതിലേക്കൊന്നും പോകാതെ നല്ല രീതിക്ക് സന്തോഷമായിട്ട് നന്നായി പഠിച്ച് മോൻ്റെ അച്ഛനെ പോലെ ജീവിക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെ അലീന പറയാണ്, എല്ലാവരും വന്നിരിക്കെ, ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരെ ഇരുത്തി ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ അപ്പം കൃഷ്ണമോളും ബബിതയൊക്കെ കാണും കേട്ടോ. ബബിതയ്ക്ക് വന്നപ്പം വലിയ ദേഷ്യമായിട്ട് അകത്തേക്ക് കയറി പോവാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് എൻ്റെ മൂത്ത മോളാ, ഇത് രണ്ടാമത്തെ മകൾ, ഇത് മൂത്ത മോനാ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അലീന ഇവർ നോക്കുമ്പം ബാലേന്ദ്രന് സത്യം പറഞ്ഞതുകൊണ്ട്, പക്ഷെ അവൻ പറയുന്നില്ല കേട്ടോ. ഇതെന്ന് പറയുമ്പം ഞാൻ ഇവിടുത്തെ ഹോം നേഴ്സാ, ആദ്യം ഇവിടെ ആയിരുന്നില്ല. ആ ഹരി ഉണ്ടല്ലോ, ഹരി അവൻ്റെ വീട്ടിലായിരുന്നു ആദ്യം, അവിടുന്ന് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. സത്യങ്ങളൊന്നും ഇവരോട് പറയുന്നില്ല, കാരണം അത് പറഞ്ഞാൽ കളവായി പോവുമല്ലോ. അവൾ ചെയ്തതെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിലാണ് ഓർക്കുമല്ലോ, അതുകൊണ്ട് കേട്ടോ. അങ്ങനെ രോഹിത്തും അവരോട് ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. ആ സമയത്ത് ശരണ പറയുന്നുണ്ട്, ഏട്ടൻ വിഷമിക്കണ്ട, കാരണം എനിക്ക് സംഭവിക്കാനെല്ലാം സംഭവിച്ചു, അതെല്ലാം ഞാൻ ഹരിയോട് പോയതുകൊണ്ടല്ലേ. അതുകൊണ്ട് ഏട്ടൻ അങ്ങനെയൊന്നും കരുതേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഏട്ടനും എന്നെപ്പോലെ നന്നായിട്ട് ജീവിക്കണം, നല്ല രീതിക്ക് ജീവിക്കണം, അത്ര മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറയാൻ കേട്ടോ. ശരണയുടെ മുഖത്തെ പ്രസാദവും സന്തോഷം ചിരിയൊക്കെ കാണുമ്പം രോഹിത്തിനുള്ളിലേക്കും ആ ഒരു പോസിറ്റീവ് എനർജി വരുന്നുണ്ട് കേട്ടോ. അവളും ഇങ്ങനെ ചിരിക്കുകയാണെങ്കിൽ ഞാനും ഇതുപോലെ തന്നെ അതിജീവിക്കുമെന്ന് അവനും മനസ്സിൽ കരുതാണ്. എല്ലാവരും കൂടി സന്തോഷമായിരുന്ന ആഹാരം കഴിക്കുന്നത് കാണുമ്പം ബാലചന്ദ്രന് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അപ്പോഴേക്കും അല്ല, നിങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന് അല്ല ചോദിക്കുകയാണ്. നമ്മുടെ ഷാജി ഇല്ലേ, മോളെ രക്ഷിച്ച ഷാജി, അവനുണ്ട് പുറത്ത്. അയ്യോ, ഷാജിയുടെ വന്നിട്ടുണ്ടോ, എന്നിട്ടാണോ വെളി നിർത്തിയത്? എന്നെ അവിടെ കൊണ്ടുപോയി അവിടെ കുളിക്കാനും വസ്ത്രം പറഞ്ഞ സൗകര്യം തന്ന് എനിക്ക് ആഹാരം തന്ന ആളാ, അയാളെയാണ് പുറത്ത് നിർത്തിയത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അലീന പോയിട്ട് ഓട്ടോഷാജിയെ കൂടി കൂട്ടിക്കൊണ്ടിരുന്നുണ്ട്. അങ്ങനെ അകത്തിരുന്ന് ഇവരെല്ലാവരും ആഹാരം കഴിക്കുകയാണ്. ബാലിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലിനാണെങ്കിൽ ഇവർ പോകാനിറങ്ങുമ്പം ഞാൻ ഒരു അത്യാവശ്യക്കാരും പറയാൻ വേണ്ടിയാ നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. ഇത് കൈക്കൂലിയാണെന്നോ മോളുടെ മാനത്തിനുള്ള വിലയാണെന്നോ ഒന്നും കണക്കാക്കരുത്. എൻ്റെ മോൻ്റെ ജീവനും ജീവിതത്തിനുള്ള വിലയാ, ഇത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയുമ്പം അവർ ചോദിക്കുകയാണ്, വേണ്ട, പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ മകളെ പഠിപ്പിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ കാശൊന്നും ആവശ്യമില്ല, അത് ഞങ്ങൾ സ്വീകരിക്കത്തില്ലെന്ന് പറയുമ്പം ഇത് കാശല്ല, നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്നും പറഞ്ഞാണല്ലോ പാർട്ടിക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞത്, എന്നിട്ട് അത് ചെയ്തു തരില്ലെന്നും പറഞ്ഞ് നിങ്ങളുടെ പേരിൽ ബക്കറ്റ് വീട് നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തില്ലേ? ആ ഒരു ഓഫറെല്ലാം നിരസിച്ചല്ലേ നിങ്ങൾ ആ മൊഴി മാറ്റി പറഞ്ഞത്? അതുകൊണ്ട് ഇത് സ്വീകരിക്കണം എന്ന് പറയാണ്. ഇനി നിങ്ങൾ ആ കോളനിയിൽ താമസിക്കണ്ട, അത് നിങ്ങൾക്കാണെങ്കിലും ഒരുപാട് ദോഷം ചെയ്യും. എപ്പോഴും ആളുകളുടെ കണ്ണ് നിങ്ങളുടെ മേലെ ആയിരിക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നത്, എവിടെ പോകണമെന്നൊക്കെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ടോ, ടൗണിനടുത്തുള്ള ഒരു 25 സെന്റ് സ്ഥലമാണ്, നല്ല വാല്യുള്ള സ്ഥലമാണ്. അവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട്. ആ വീട് ഞാൻ തന്നെ പണിയിപ്പിച്ചുകൊണ്ടിരുന്നതാ വാടകയ്ക്ക് കൊടുക്കാനായിട്ട്. ഇത് ഞാൻ ശരണയുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
അവിടെ ആ വീട് പണി ഉടൻ തന്നെ പൂർത്തിയാവും. എങ്ങനെ പോയാലും 1 മാസം മാത്രം. ആ 25 സെന്റ് സ്ഥലവും ആ വീടുമെല്ലാം ഇനി ഷർണയ്ക്കുള്ളതാണ് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആ ഒരു ആധാരം എടുത്ത് നീട്ടുമ്പം ഇവർ നിരസിക്കുകയാണ്. വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങളുടെ കൊച്ചു വീട്ടിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ സന്തോഷത്തിലാണ് കഴിയുന്നേ, അത് മതി. ബാലന് പറയാണ്, ഞാൻ പറഞ്ഞല്ലോ അതല്ല കാര്യം. ആ കോളനിയിൽ ഇനിയിപ്പോൾ ഈ കുട്ടി എപ്പോൾ ജീവിച്ചാലും എല്ലാവരുടെ മനസ്സിൽ ആ ഒരു ചിന്താഗതിയായിരിക്കും. നിങ്ങളോടും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് തരുന്നത്, നിങ്ങൾ സ്വീകരിക്കണം. ഇതാകുമ്പം സിറ്റിയിലേക്ക് മാറിയാണ്. ആരുടെയും മുഖത്ത് നോക്കണ്ടയോ അവരെയൊക്കെ കുത്തുവാക്ക് കേൾക്കണ്ടയോ ഒരാവശ്യമില്ല. ഇത് വാങ്ങി നന്നായി സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക്. അത് മാത്രമല്ല, ഷർണ ഇനി എവിടെയാണോ പഠിക്കാൻ പോകണമെന്ന് പറയുന്നതോ ആ സ്ഥലത്തേക്ക് അവളെ പഠിക്കാനും ഞാൻ വിടാൻ പോവാ. അപ്പോൾ അവൾക്ക് നല്ലൊരു കരിയർ ഉണ്ടാവും, നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും, നിങ്ങളുടെ മക്കൾ നല്ലൊരു ജീവിക്കും എന്നൊക്കെ പറയുന്നു കേട്ടോ. അങ്ങനെ നിർബന്ധിച്ച് അവരുടെ കയ്യിൽ ആ ഒരു പത്രം ബാലേന്ദ്രൻ പിടിച്ചേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു നല്ലൊരു വീടും ആ സ്ഥലവുമൊക്കെ അവർക്ക് കൊടുക്കുകയാണ്. ഷർണയ്ക്ക് പഠിക്കാനുള്ള എല്ലാ സോഴ്സുകളും ബാലേന്ദ്രൻ ഒരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ നിർബന്ധപ്രകാരം മനസ്സോടെ ആ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചുകൊണ്ട് അവർ പോവാണ് കേട്ടോ. അങ്ങനെ അവരുടെ മനസ്സിലുള്ള ആ ചിന്താഗതിയെല്ലാം മാറുന്നുണ്ട്. രോഹിത് ആ പെൺകുട്ടിയുടെ കാലൊടിച്ച് മാപ്പ് പറഞ്ഞല്ലോ, അപ്പോൾ രോഹിത്തിനൊരു ആശ്വാസമാവാണ്. ബാലചന്ദ്രൻ വലിയ സമാധാനമാവുന്നുണ്ട്. വണ്ടിയിൽ കയറിയിട്ട് അവർ പറയാണ്, ശരിക്കും ഞങ്ങൾ നിന്നെ വിളിച്ചോന്ന് എന്തിനാണെന്നറിയോ ഷാജി, ഇവർ ഞങ്ങളെ ഉപദ്രവിക്കുമെന്നൊക്കെ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവർ പാവങ്ങളാ, നല്ല ആൾക്കാരാ എന്ന് പറയാണ്. ഷാജി പറയാണ്, നേരത്തെ എനിക്ക് അലീനെ അറിയാം, അവളൊരു പാവം പെൺകുട്ടിയാ, എല്ലാവർക്കും സഹായിക്കാൻ മാത്രമേ ആ കുട്ടിക്ക് അറിയുള്ളൂ, ഒരു ഓർഫനാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്കിപ്പോ നല്ലൊരു ജീവിതം ആയില്ലേ, നല്ലൊരു വീടും സ്ഥലമൊക്കെ ആയില്ലേ, അതൊന്നും വേണ്ടാന്ന് വെക്കണ്ട. ആ പയ്യന്റെ ജീവനുള്ള വിലയാ അവർ നൽകിയത്, അതുകൊണ്ട് അത് നിരസിക്കേണ്ട കാര്യമൊന്നും നിങ്ങൾക്കില്ല. പിന്നെ ശരണേ മോളെ, നന്നായി പഠിക്കണം. നിന്നിലായിനി വീട്ടുകാരുടെ പ്രതീക്ഷ, നന്നായി പഠിച്ച് നിന്റെ ആഗ്രഹം പോലെ ഒരു ഡോക്ടർ ആവണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇവർ 4 പേരും കൂടി വൈജയെ കാണാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. കൃഷ്ണ ചോദിക്കുകയാണ്, അച്ഛാ അച്ഛനും കൂടി വരുന്നോ? ഇല്ല മോളെ, ഇന്ന് അത്യാവശ്യമായിട്ട് കടലേക്ക് ചെല്ലണം, എല്ലാം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക, ഇനി വേണം ഒന്നേന്ന് ആരംഭിക്കാൻ. അതുകൊണ്ട് രോഹി വണ്ടി ഓടിച്ചോളുമല്ലോ, നിങ്ങൾ 4 പേരും കൂടി പോയിട്ട് വാ. 4 മക്കളും പോകുന്ന കാണുമ്പം അച്ഛനൊരു സന്തോഷമല്ലേ എന്ന് പറയുമ്പം ബബിതയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. അവളിങ്ങനെ മുറുമുറുത്തോണ്ടിനെ ഇരിക്കുകയാണ്. അങ്ങനെ രോഹിയും ഒരുങ്ങി കൃഷ്ണയും അലീനയും അതുപോലെ ബബിതയും കൂടെ കൂടിയിട്ട് വണ്ടിയിൽ കയറാണ്. ബാലൻ പറയുന്നുണ്ട്, വൈജു നിന്നെ എന്തൊക്കെ പറയുന്ന നിനക്കറിയാലോ, അതൊക്കെ തയ്യാറായിട്ട് വേണം പോകാൻ. അതൊക്കെ എനിക്കറിയാച്ചാ, ഞാൻ നല്ല പ്രിപ്പയർഡാ, എനിക്കറിയാം അമ്മ എന്തൊക്കെ പറയുന്നു എന്ന് പറഞ്ഞാണ് കേട്ടോ പോണത്. അങ്ങനെ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. വൈജു ആണെങ്കിലോ രോഹി ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുമായിരിക്കും. ഡോറും തുറന്ന് രോഹിയും കൃഷ്ണയും അതുപോലെ ബബിതയും കൂടി അകത്തേക്ക് കയറുകയാണ്. 3 പേരെയും കണ്ടപ്പോൾ വൈജയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. മോനെ എന്ന് വിളിച്ചുകൊണ്ട് വൈജ കരയാണ്. രോഹി പോയിട്ട് അവളുടെ അമ്മയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ മോനെ നീ എങ്ങനെ പോയി ചാടി കുടുക്കില് എന്ന് ചോദിക്കാണ്. അമ്മേ, അതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ, അമ്മയുടെ മോൻ നിരപരാധിയാണ്, തെറ്റിയതില്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായല്ലോ, ഇപ്പൊ സമാധാനമായില്ലേ? സമാധാനമായെന്നോ? എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ആയി എനിക്ക്. സത്യമായിട്ടും ഞാൻ ഇവിടെ കിടന്ന് മരിക്കുന്ന അവസ്ഥയിലായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഇതറിഞ്ഞപ്പോഴേ ഒരുപാട് സന്തോഷമായടാ എന്നൊക്കെ പറയുന്നു കേട്ടോ. ബബിതയും അതുപോലെ തന്നെ കൃഷ്ണയും അവിടെ നിൽക്കുകയാണ്. കൃഷ്ണ പറയാണ്, അല്ല ചേച്ചി കാരണ ചേട്ടനിപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്നത്. ദേ, ഇന്നലെ ഞാൻ പറഞ്ഞു ഈ വാക്ക് നീ പറയരുതെന്ന്. അവൾ എന്ത് ചെയ്തിട്ടാടി അവള് കാരണമെന്ന് പറയാനായിട്ട്? അവളെന്താ വേറെ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുമ്പം രോഹിത് പറയാണ്, അമ്മേ ഇവള് പറഞ്ഞ സത്യമാണ്. ആ ശർണയ ഒരിക്കലും മൊഴിമാറ്റി പറയില്ലായിരുന്നു. ഞാൻ ജയിലിൽ പോകേണ്ടി വന്നേനെ. പക്ഷെ ആ സമയത്ത് ശർണ ഇടപെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ശർണയാണ് അലീന ഇടപെട്ടുകൊണ്ടാണ് സംഭവിച്ചത്. ശർണേനെ കൊണ്ട് അലീനയ മൊഴിമാറ്റി പറയിച്ചതും സത്യം പറയിച്ചതും അതുകൊണ്ടാണ് എനിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത്. ഇന്ന് രാവിലെ ശർണ വിട്ടതുണ്ടായിരുന്നു. ഞാൻ ആ പെൺകുട്ടിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറയാണ്. നീ അവളുടെ കാലൊടിച്ച് മാപ്പ് പറഞ്ഞോ? നിനക്കെന്താടാ നാണമില്ലേ അങ്ങനെയൊക്കെ പറയാൻ? എവിടെയോ ചേരി കിടന്ന് വളരുന്ന ഒരു പെണ്ണ് ഇത്രയും പേരും ഈ കണ്ടകുമാർ കൂടെ എല്ലാം അഴിഞ്ഞാടി നടന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്നിട്ടാണോ നീ അവളുടെ കാലൊടിക്കാൻ പോയത്? അമ്മയുടെ ഒന്നും സ്വഭാവത്തിന് ഒരു മാറ്റമില്ല, ഒരിക്കലും മാറാനും പോകുന്നില്ല. എങ്കിലും ഞാൻ പറയാം, അവള് ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഹരി ആത്മാർത്ഥമായി സ്നേഹിച്ചു, അതുമാത്രമാണ് അവൾ ചെയ്ത തെറ്റ്. ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് അത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കാണ്. പക്ഷേ ആ ഹരി ചതിക്കായിരുന്നു. ഹരി മാത്രമല്ല, ഞങ്ങളും അതിന്റെ കൂടെ കൂടി. ഞാൻ ആ പെൺകുട്ടി ഉപദ്രവിച്ചില്ലെന്നേ ഉള്ളൂ, ഗൂഢാലോചനയിലും മറ്റെല്ലാത്തിലും ഞാനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ കാലുടിച്ച് ഞാൻ മാപ്പ് പറഞ്ഞത്.
അത് അവൾ അർഹിക്കുന്നുണ്ട്. അവൾ മൊഴി മാറ്റി പറഞ്ഞില്ലായെങ്കിൽ ഞാൻ ഇപ്പോഴും ജയിലിൽ കിടന്നേനെ. 16 വർഷത്തിന് ഞാൻ ജയിലിൽ കിടന്നേനെ. അപ്പോൾ അമ്മയ്ക്കത് സമാധാനമാകുമായിരുന്നു എന്ന് ചോദിക്കുമ്പം അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും അലീനകത്തേക്ക് കയറുകയാണ്. ഈ നാശം പിടിച്ചോളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഇവളെനിക്ക് കണ്ണിന് കണ്ടൂടാ എന്ന് പറയുമ്പോഴേക്കും രോഹി പറയാണ്, അത് പിന്നെ അമ്മേ, അലീന ചേച്ചിയോട് ഞാനാ വരാൻ പറഞ്ഞേ. എന്താ, അലീന ചേച്ചിയോ? ഇത്രയും കാലം അങ്ങനെ അല്ലായിരുന്നല്ലോ. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ചേച്ചി കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത്. അതോ ഞാൻ ജയിലിൽ പോയാൽ മതിയായിരുന്നോ? എന്താ അമ്മയുടെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പം അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. രോഹി പറയാണ്, ഇനിയിപ്പോൾ ചേച്ചിയൊന്നും കുറ്റപ്പെടുത്താൻ അമ്മ നിൽക്കണ്ട. ഈ ചേച്ചി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്കൊരു കരിയറും ഒരു ലൈഫും ഒരു ഭാവിയും എല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ഇനി മേലാൽ ചേച്ചിയൊന്നും പറയാൻ അമ്മ വന്നേക്കരുത് എന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ രോഹി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. അലീനെ വൈദ്യ നോക്കി പഠിപ്പിക്കുന്നുണ്ട്. അലീനെ കൃഷ്ണമോളും അതിന് പിന്നാലെ തന്നെ പോവാണ്. ബബിത പറയാണ്, കണ്ടല്ലോ അമ്മ, കണ്ടല്ലോ, അവളെ ഓരോരുത്തരെ വശപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഗോവർദ്ധനങ്ങളും അതുപോലെ ശിവനങ്കൾ, രാജീവനങ്കൾ, ഗംഗനങ്കൾ, അതുപോലെ ഇപ്പതേ രോഹിത്തേട്ടനും എല്ലാരെയും അവള് വലവീശിക്കൊണ്ടിരിക്കാമേ. ഇനിയിപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളിപ്പോ ഒറ്റപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്നുണ്ട്. എന്ത് വില കൊടുത്തും അവളുടെ വില ഇടിക്കണം. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാം നമുക്ക് ചെയ്യാം. ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റോട്ടെ. ഇവൻ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് നമുക്കൊരു വാടകയെടുത്ത് അങ്ങോട്ടേക്ക് മാറാം. രോഹിയെ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അല്ലാതെ അവളുടെ കീഴിൽ ഇട്ടു കൊടുക്കരുത്. നമുക്കേ ആരും ഇല്ലാതായി പോവും എന്ന് പറയാൻ കേട്ടോ. അമ്മ എത്രയും പെട്ടെന്ന് ഒന്ന് വരാൻ നോക്ക്. എനിക്ക് മടുത്തവിടെ. ഇവളുടെ ഭരണോ അധികാരോ അവിടെ. മിണ്ടാനോ മൂളാനോ അങ്ങോട്ട് ഇറങ്ങാനോ ഒന്നും പറ്റില്ലമ്മേ. എവിടെ ചെന്നാലും ഇവളാ. അച്ഛന്റെ മുറിയിലും ആ കൃഷ്ണയുടെ മുറിയിലും എല്ലായിടത്തും ഇപ്പൊ ഇവളാ. രോഹിയെ പോലും നിയന്ത്രിക്കുന്നത് ഇപ്പൊ ഇവളാ. അതുകൊണ്ട് എനിക്കവിടെ നിൽക്കാൻ വയ്യ. അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് വാ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വരാടാ, എത്രയും പെട്ടെന്ന് ഞാൻ വരാം. ഇനി അധികം താമസിക്കില്ല. എന്നോട് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് പൊക്കോളാൻ പറഞ്ഞതാ. എങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പിടിച്ചു നിൽക്കായിരുന്നു. ഇപ്പൊ ഞാൻ എന്തായാലും ഒരു ഫ്ലാറ്റൊക്കെ നോക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് റെഡിയായ ഉടനെ നിങ്ങൾ ഞാൻ കൊണ്ടുപോകും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ്. രോഹിത്ത് തനിക്ക് വേണ്ടി സംസാരിച്ചത് കേട്ട്, ചേച്ചിനെ വിളിച്ചത് കേട്ട് അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഒരു 4 പേരും കൂടി തിരികെ നെടുമ്പുരക്കിലേക്ക് ചെല്ലാണ് കേട്ടോ. ഇതുപോലെ സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.